മഴക്കാല രോഗങ്ങൾ വ്യാപിച്ചതോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡുകളിൽ നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. വാർഡിലെ കട്ടിലുകളെല്ലാം നിറഞ്ഞതോടെ വെറും തറയിൽ വരെ കുട്ടികളെ കിടത്തിയിരിക്കുന്നു. നിലമ്പൂർ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തിയിട്ടും സൗകര്യങ്ങളെല്ലാം പഴയപടി തന്നെയാണ്. സ്ഥല സൗകര്യങ്ങളും ചികിത്സാ സംവിധാനങ്ങളും ജീവനക്കാരുമെല്ലാം വളരെ കുറവ്. ഇത് കാരണം രോഗികൾ ബുദ്ധിമുട്ടിലാകുന്നതും പതിവാണ്. ഇപ്പോൾ കുട്ടികളുടെ വാർഡിന്റെ അവസ്ഥയാണ് ജനങ്ങളെ കൂടുതൽ വിഷമത്തിലാക്കുന്നത്. പുതിയ കെട്ടിടത്തിലും പഴയ കെട്ടിടത്തിലുമായി 50ഓളം കിടക്കകളാണ് കുട്ടികൾക്കായുള്ളത്. ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഒരു കിടക്കയിൽ തന്നെ 2-3 കുട്ടികൾ. വെറും തറയിൽ വരെ രോഗികളായ കുഞ്ഞുങ്ങളെ കിടത്തിയിട്ടുണ്ട്. കിടത്തി ചികിത്സ മാത്രമല്ല, മരുന്നും വലിയ പ്രശ്നമാണ് ഇവിടെ. ഗുളിക മുതൽ ഇഞ്ചക്ഷൻ മരുന്നുകൾ വരെ പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയാണ് ആശുപത്രിയിലെന്നും നാട്ടുകാർ പറയുന്നു. ഉള്ള മരുന്ന് ഡോക്ടർമാർ സൂപ്രണ്ട് സംസാരിക്കുമ്പോൾ സൂപ്രണ്ട് പറയും ഇവിടെ മരുന്നില്ല. പക്ഷെ പുറത്ത് പോയി 15 രൂപ മരുന്ന് വാങ്ങുമ്പോൾ 25 രൂപ പുറത്ത് വാങ്ങില്ല. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന മേഖലയിലെ ജനങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്നത്. മരുന്നുക്ഷാമവും ബുദ്ധിമുട്ടുകളുമൊക്കെ തങ്ങൾ മാത്രം വിചാരിച്ചാൽ മാറുന്ന പ്രശ്നമല്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ ന്യായീകരണം. എങ്കിൽ പിന്നെ അധികാരമുള്ളവർ കണ്ടറിഞ്ഞ് പ്രശ്നത്തിൽ ഇടപെടുക. കാരണം ഇവിടെ ദുരിതമനുഭവിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.